ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് എനർജി എന്താണ്, അവരുടെ അവരുടെ നിങ്ങളോടുള്ള ചിന്താഗതി, ആറ്റിറ്റ്യൂഡ് എന്താണ്, അവരുടെ അടുത്ത തീരുമാനം എന്താണ്, നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിലേക്ക് വരുന്ന ഔട്ട്കം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ 4 കാര്യങ്ങളാണ് ചോദിച്ചത്. ഈ റീഡിങ് ആരുടെ മുന്നിലേക്കാണ് വരുന്നത്, ഈ വീഡിയോ ആരുടെ മുന്നിലേക്കാണ് വരുന്നത്, അവർക്കത് റെസിനേറ്റ് ആവുന്നതാണ്. പോസിറ്റീവ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ എനർജി ഇല്ല, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി മാത്രമാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ചിന്താഗതി എന്താണ്, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ്, അദ്ദേഹം നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളിലേക്ക് വരുന്ന ഔട്ട്കം എന്താണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. അത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷത്തിൻ്റെ മൂഡിലാണ്. നല്ലൊരു നിലയിൽ അദ്ദേഹം നിൽക്കുന്നത്, ആ വ്യക്തി നിൽക്കുന്നത് വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ വളരെ എൻജോയ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിങ്ങളുള്ള ചിന്താഗതി എന്താണെന്ന് നോക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി മുന്നോട്ട് പോകാനാണ്, നിങ്ങളുമായിട്ട് സംസാരിക്കാനോ കാര്യങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാനോ ചിന്തിക്കാനോ, നിങ്ങളോട്ട് എന്തെങ്കിലും മുന്നോട്ടുള്ള ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്ന് നോക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങളോടുള്ള ചിന്താഗതി വെച്ചാൽ അദ്ദേഹത്തിന് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക, നേരിട്ട് മുന്നോട്ട് പോവുക, നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുക. ഇതിൽ എല്ലാം പോസിറ്റീവ് കാർഡുകളാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് നേരായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ, നല്ല തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് ഇത് കാണുന്നത്. 8 ഓഫ് വൺസ് ആണ്. അതേപോലെ അടുത്ത ഔട്ട്കം, നിങ്ങളിലേക്ക് വരുന്ന ഔട്ട്കം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഔട്ട്കമും വളരെ നല്ലതാണ്. വാവ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു നല്ല തുടക്കമാണ്, ആഘോഷമാണ് കാണുന്നത്. അപ്പോൾ നല്ലൊരു രീതിയിലുള്ള എന്തുകൊണ്ടും എല്ലാം പോസിറ്റീവായ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ചോദിച്ചത്. അത് 4 കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ മാനസികമായിട്ടും വളരെ സാമ്പത്തികമായിട്ടും ഒക്കെ നല്ലൊരവസ്ഥയിലാണ്, നല്ലൊരു ഹാപ്പി മൂഡിലാണ്. അദ്ദേഹം നിങ്ങളോട് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനും മുന്നിട്ട് ഇറങ്ങുവാനും ഒരു നല്ല തീരുമാനം എടുക്കാനും നല്ല ലൈഫിലേക്കോട്ട് ആലോചിക്കുന്നുണ്ട്. അത് ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങളോട് നേരിട്ട് ചോദിക്കാനും നേരാവണ്ണം മുന്നോട്ട് നല്ല രീതിയിൽ പോകുവാനാണ് അദ്ദേഹം ആലോചിക്കുന്നത്. കണ്ടറിയാം, 8 ഓഫ് വൺസ് ആണ്. ഡയറക്റ്റായിട്ട് പോവുകയാണ്, കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിക്കുക, നേരിട്ട് ഡയറക്റ്റായിട്ട് പോവുക എന്നൊരു ചിന്താഗതിയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഔട്ട്കം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഉണ്ടാകുന്ന എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കിട്ടുകയാണെന്ന് നോക്കിയാൽ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് ഒരു പുതിയ തുടക്കമാണ്, നല്ല രീതിയിലുള്ള മുന്നോട്ട് പോവുക എന്നാണ് കാണുന്നത്. ആഘോഷമാണ്, എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ റീഡിങ് വളരെ നല്ലതാണ്. എല്ലാം പോസിറ്റീവ് കാർഡുകളാണ്. 3 ഓഫ് കപ്സ്, 2 ഓഫ് വൺസ്, 8 ഓഫ് വൺസ് ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അതായത് എലമെൻറ്റ്സ് ഏകദേശം എല്ലാം വന്നിട്ടുണ്ട്. ഒരു എലമെൻറ്റ്സ് മാത്രമില്ല, സോഡ്. ബാക്കി എല്ലാ എലമെൻറ്റ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊരു ആഘോഷമാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനടി നല്ലൊരു മാറ്റമാണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതാണ്, നിങ്ങളോട് സംസാരിക്കുന്നതാണ്, ഡയറക്റ്റ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ്. അതിൻ്റെ ഫലമായിട്ട് നല്ലൊരു തുടക്കം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ ലഭിക്കണമെന്നും മുന്നോട്ട് പോകണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്, പ്രാർത്ഥിച്ച് നന്നായിട്ട് നേടാവുന്നതാണ്. നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. രാവിലെ എഴുന്നേറ്റ് നല്ല നല്ല അഫർമേഷൻസ് പറയുക, നല്ല നല്ല പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായ കാര്യങ്ങൾ കേൾക്കുക. അങ്ങനെ നല്ല ഒരു ജേർണലൊക്കെ രാവിലെ എഴുതി വെക്കുക. അതേപോലെ തന്നെ നന്നായിട്ട് വെളുപ്പിനെ പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ സദാസമയം പോസിറ്റീവായിട്ട് നടക്കുക. എപ്പോഴും നല്ല എനർജി ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് അതുപോലെ തന്നെ ലഭിക്കുന്നതാണ്. നിങ്ങളെങ്ങനെയാണത്തെ ലൈഫാണോ നിങ്ങളുടെ പേഴ്സണായിട്ട് ആഗ്രഹിക്കുന്നത്, അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് അതായത് ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക, വിഷ്വലൈസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. നല്ലത് മാത്രം ചിന്തിക്കുക. ആരെയും ചെയ്യാതിരിക്കുക. അതായത് ആരുടെയും കാര്യങ്ങളൊന്നും ആരെയും ജഡ്ജ്മെൻറ്റ് ചെയ്യാതിരിക്കുക. നോ വൺ ഈസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും. യേശുക്രിസ്തു പറഞ്ഞതുപോലെ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നവർ കല്ലെറിയട്ടെന്ന് പറഞ്ഞതുപോലെ, ഈ ലോകത്ത് നോ വൺ ഈസ് പെർഫെക്റ്റ്. അതായത് കുറ്റം പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവരെ ജഡ്ജ്മെൻറ്റ് ചെയ്യാതെ നമ്മളുടേതായ മാർഗം നോക്കുക, അതെല്ലാം അംഗീകരിക്കുക, തെറ്റുകളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് പൊറുക്കാൻ കരുതുന്ന തെറ്റൊക്കെ പൊറുക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക.
നല്ലൊരു ലൈഫ് നിങ്ങളുടെ പേഴ്സണായിട്ട് ലഭിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വാച്ചിങ് ഫോർ മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ഗോയിങ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.